ഹലോ, ഫോർ ആര്യേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചോരയാണ് കറി വെക്കാൻ പോകുന്നത്. 1 കിലോ ചോര എടുത്തിട്ടുണ്ട്. അത് ഉപ്പ് വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ചെറിയുള്ളി, തക്കാളി ഇത്രയാണ് കേട്ടോ. നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുളി അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ വഴറ്റിയെടുക്കുമ്പോഴേക്കും ആ പുളി ഇറങ്ങിക്കിട്ടും കേട്ടോ. സാധാരണ മീൻകറി വെക്കുന്ന പോലെ ഉലുവയും കടുകും കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കും. ഇതൊരു നല്ല ബ്രൗൺ കളറായി വരുന്നതിന് ശേഷമാണ് കേട്ടോ കറിവേപ്പിലയും തക്കാളിയും ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ല സെറ്റാക്കി വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടി ചേർക്കും. ഇനി ഇതൊന്നും കൂടെ നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ പുളിയുടെ ബാക്കി ഇറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുകയും കിട്ടും. ഇങ്ങനെ ഒരു തിക്ക് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന പാകത്തിലേക്കാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ ചൂടുവെള്ളം ചേർക്കുക. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് മീനും കൂടി ഇടാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നല്ലതുപോലെ മീനിലേക്ക് ഉപ്പ് പുളിയെല്ലാം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ എടുത്ത് ചുറ്റിച്ചൊന്നും കൂടെ കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വാങ്ങാൻ നേരത്തെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മൂടി വെച്ചിട്ട് അതൊന്ന് പുളിയെല്ലാം ഇറങ്ങി സെറ്റായി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടാൻ എടുത്ത് വെക്കുന്നില്ല. സൂപ്പർ കറി റെഡി ആയിട്ടുണ്ടാവും.